വീരധീര സൂര പാർട്ട് 2. സിനിമ എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളി സിനിമ തന്നെയാണ്. ആക്ച്വലി ഒരു മാസ് മസാല സിനിമ തന്നെയാണ്. പക്ഷെ അതേസമയം മാസ് മസാല പ്ലസ് ഒരു റിയലിസ്റ്റിക് രീതിയിൽ എങ്ങനെ ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റൈലിലാണ് അവർ ഫിലിം മേക്ക് ചെയ്തിട്ടുള്ളത്. അതും ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ പറയേണ്ടത് അതിൻ്റെ ടെക്നിക്കൽ വൈസ് ആണ്. ആക്ച്വലി സിനിമയിൽ കുറേ സിംഗിൾ ഷോട്ട് സീൻസ് ഉണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു സ്വരാചാരനൊക്കെ ഉള്ള ഒരു 15-16 മിനിറ്റിൻ്റെ കണ്ടിന്യൂസ് സിംഗിൾ ഷോട്ട്. ഒന്നാമത്തെ ദിവസം അത് ഗിംബലിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മീൻസ് ഹാൻഡ് ഹെൽഡ് ക്യാമറയാണ്. അപ്പോൾ എന്തായാലും സമൺ ഹാസ് ടു ഹോൾഡ് ദിസ്. സോ ഈ ക്യാമറയ്ക്ക് എന്ന് പറഞ്ഞാൽ 10-100 കിലോ അടുത്ത് വരും. ഈ സാധനം നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് 15 മിനിറ്റ്, അത് എത്ര ടേക്ക് പോകുന്ന ആലോചന കേട്ടാ. ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ ഫുള്ള് റീസെറ്റ് അടിക്കണം. സോ അവർ ഇന്റർവ്യൂല് പറഞ്ഞത് ഒരു രണ്ട് നൈറ്റ് ഫുള്ള് സംതിങ് അങ്ങനെ എന്തോ ആണ് അവർ ഫുൾ വർക്ക് ചെയ്ത. ഇത്രയും വെയിറ്റും പക്ഷെ എല്ലാ ഷോട്ടും കറക്റ്റ് ആയിരിക്കും വേണം, എല്ലാ ഐറ്റം ഫോക്കസിലായിരിക്കും വേണം, ആ പോയിന്റ് എന്തും കറക്റ്റ് ആയിരിക്കണം, സ്റ്റണ്ട് കൊറിയോഗ്രാഫി, ഡയലോഗ്സ് എല്ലാം പക്ക ഓൺ ടൈം ആയിരിക്കണം. ഇതിന്റെ ഇടയിൽ കാറൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് പക്ക റിയലിസ്റ്റിക് ആണ്. ബിക്കോസ് ഒന്നും പറയാനില്ല, അതൊക്കെ പക്കയായിട്ടുണ്ട്. എനിക്ക് അത് 15 മിനിറ്റ് ഉണ്ടോ എന്നുള്ളതിന് ഡൗട്ട് വരാൻ കാരണം വിക്രം ഒരു പാലത്തിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. അവർ ഇരുട്ടുള്ളത്, ജസ്റ്റ് ഒരു ലൈറ്റിന് മിന്നണ വെളിച്ചം മാത്രമുള്ളത്. അവിടെ ഒരു ഹിഡൻ കട്ട് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഞാൻ ഇപ്പോൾ ഇത്ര വിചാരിച്ചത് ഓക്കെ, എല്ലാ സീനും ഷൂട്ട് ചെയ്തു, ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു, സിംഗിൾ ഷോട്ടിൽ ഡയലോഗ്സ് ഷൂട്ട് ചെയ്തു. അതിന് ശേഷം കാറിൽ കയറി ഞാൻ വെച്ചാൽ ഇപ്പോൾ കട്ട് വരുന്നു ഇല്ല, കാറിൽ കയറിയിരുന്ന് കാറ് കുറെ ദൂരം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വിക്രം സുരജാറിന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അത് കട്ട് വരുന്നത്. ലൈക്ക് എത്ര ടൈമാ പോയേ. അത് പക്കാ കൊറിയോഗ്രാഫി, അതൊക്കെ സമ്മതിച്ചന്നെ കൊടുക്കണം. പിന്നെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഓൺ പോയിന്റ് ആണ് മ്യൂസിക്. ലൈക്ക് GMS ജം മാൻ, ആൾക്ക് കറക്റ്റ് അറിയാം. ആൾ ആക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആൾ മ്യൂസിക് ഡയറക്ടർ ആയിട്ടിരിക്കുകയാണ്. മ്യൂസിക് സോൺ പോയിന്റ് എല്ലാം പോയിന്റ്. പിന്നെ അവരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് ഷോട്ടിലെ സിനിമ ആരംഭിക്കുകയാണ്. പിന്നെ ആ സ്റ്റോറിയുടെ ഫ്ലോയിൽ നമ്മൾ പിന്നെ ആ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് മൂവി മാൻ. ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഞാൻ റിവ്യൂ ഒന്നും ഇട്ടില്ല. ബിക്കോസ് എന്താണെന്നറിയില്ല, ഇടാൻ തോന്നിയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് ഒക്കെ ഇട്ട് ഒന്ന് കണ്ടു നോക്കുക. ബൈ.